കോഴിക്കോട് കോർപ്പറേഷനിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനിടെ ദേശീയഗാനമായ ജനഗണമനയെ അപമാനിച്ച് ബി.ജെ.പി. കൗൺസിലർമാർ. ദേശീയഗാനം ആലപിക്കുന്ന സമയത്ത് ബി.ജെ.പി. കൗൺസിലർമാർ സംഘപരിവാർ വന്ദേമാതരം പാടി. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മേയർ ഒ സദാശിവൻ പ്രതികരിച്ചു. പി.ജെ. അരുൺ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അരുൺ, വളരെ മോശപ്പെട്ട നടപടിയാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ദേശീയഗാനം ആലപിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, അത് കേൾക്കാൻ കഴിയാത്ത രീതിയിൽ വന്ദേമാതരം ആലപിക്കുകയാണ്. അത് അല്ലെങ്കിൽ ഈ ദേശീയഗാനം ആലപിച്ച ശേഷം വേണമെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ വന്ദേമാതരം ആലപിക്കാമായിരുന്നു. അപ്പോൾ ഒരു ദേശീയഗാനത്തോടോ ദേശീയ ഗീതത്തോടോ യാതൊരു ബഹുമാനവും ഇല്ലാത്ത ഒരു പെരുമാറ്റമാണ് ഉണ്ടായതല്ലേ? ഷമി, താങ്കൾ പറഞ്ഞത് തന്നെയാണ് അതിലേറ്റവും വസ്തുതയായി അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, കാരണം ദേശീയ ഗാനമാണ് ഈ സ്വാതന്ത്ര്യത്തിന് ആഘോഷവുമായി ബന്ധപ്പെട്ട് പ്രോട്ടോക്കോളുകളിലെല്ലാം ഉൾപ്പെടുത്തി, അജണ്ടകളിൽ ഉൾപ്പെടുത്തി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിലും സ്ഥാപനങ്ങളിലും വർഷാവർഷങ്ങളായി കാലാകാലങ്ങളായി പാടിക്കൊണ്ടിരിക്കുന്നത് ദേശീയ ഗാനമായ ജനഗണമനയാണ്. പക്ഷേ ദേശീയ ഗീതമായ വന്ദേമാതരം, അതും സംഘപരിവാർ അജണ്ടയോടെ നടപ്പിലാക്കുന്ന പൂർണ്ണ രൂപത്തിലുള്ള വന്ദേ മാതരം പാടണമെന്നുള്ള നിലപാടാണ് ബി.ജെ.പി. ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്നത്. അത് RSSൻ്റെ കൂടി ആശീർവാദത്തോടു കൂടി ബി.ജെ.പി. എടുക്കുന്ന ഒരു നിലപാടാണ്. ആ ഒരു നിലപാടാണ് ഇന്ന് ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നടപ്പിലാക്കാൻ ബി.ജെ.പി. കൗൺസിലർമാർ ശ്രമിച്ചത്. കാരണം ദേശീയ ഗാനമായ ജനഗണമന മാത്രമാണ് ആദ്യം ഈ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ മൈക്കിലൂടെ മേയർ ഒ സദാശിവൻ ഇപ്പോൾ ദേശീയഗാനം ജനഗണമന ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞ ഉടനെയാണ് ഒരു സൈഡിൽ കൂട്ടം കൂടി നിന്ന ബി.ജെ.പി. നേതാക്കൾ വളരെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ ഈ സംഘപരിവാർ വന്ദേ മാതരം ആലപിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയത്. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ കാരണം. ദേശീയ ഗാനമായി അംഗീകരിച്ചിട്ടുള്ള ജനഗണമന പാടുമ്പോൾ പാലിക്കേണ്ട ചില പ്രോട്ടോകോൾ നിയമങ്ങളുണ്ട്. ദേശീയഗാനം പാടുമ്പോൾ എല്ലാവരും അറ്റൻഷനായി നിൽക്കണം, അതിന് വേണ്ട വിധത്തിൽ ബഹുമാനം നൽകണം എന്നുള്ള രീതിയിലുള്ള ഈ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ആ ഒരു നിബന്ധന അല്ലെങ്കിൽ ആ ഒരു നിയമം തന്നെയാണ് ബി.ജെ.പിക്കാർ പച്ചയായി പ്രത്യക്ഷമായി ലംഘിച്ചിരിക്കുന്നത്. അതിലൊരു നിയമ നടപടി ആലോചിക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് മേയർ ഒ സദാശിവൻ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നത്. കാരണം ഈ ബി.ജെ.പി. നേതാക്കൾ പറയുന്നത് ഇന്നലെ തന്നെ മേയറിനെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്ന് പറയുമ്പോൾ മേയർ ഒ സദാശിവൻ പറയുന്നത് യാതൊരു തരത്തിലുള്ള അറിയിപ്പും ബി.ജെ.പി. കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് കോർപ്പറേഷൻ നൽകിയിട്ടില്ല, വ്യക്തിപരമായി തന്നോടും ഇക്കാര്യം അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഒ സദാശിവനും പറഞ്ഞത്. എന്തായാലും ഇക്കാര്യത്തിൽ നഗ്നമായ ചട്ടലംഘനമാണ് ബി.ജെ.പി. അംഗങ്ങൾ നടത്തിയത് എന്നുള്ളത് പറയാം. വളരെ അലോസരപ്പെടുത്തുന്ന രീതിയിലാണ് വന്ദേമാതരം ഇവർ പാടുന്ന ഒരു രീതിയിലേക്ക് പോയത്. അതിൽ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് പൂർണ്ണമായും കാണാതെ പറയുക അല്ലെങ്കിൽ മനപ്പാടമാക്കി പാടാൻ ഇതിൽ ഭൂരിഭാഗം ബി.ജെ.പി. അംഗങ്ങൾക്കും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മൊബൈലിലൊക്കെ നോക്കി പാടി പരമാവധി ശബ്ദമെല്ലാം ഉയർത്തി കൂടുതൽ കാക്കക്കൂട്ടിൽ കല്ലെറിയുന്നെന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം ഇപ്പോൾ മേയർ ഉൾപ്പെടെയുള്ളവർ അതിൽ ആക്ഷേപം ഉന്നയിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ദേശീയ ഗാനമായ ജനഗണമന മേയറിൻ്റെ നേതൃത്വത്തിൽ ആലപിച്ചപ്പോൾ അതിനെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ, അതിനെ ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ തന്നെയാണ് ബി.ജെ.പി. കൗൺസിലർമാർ ഇന്ന് കോർപ്പറേഷനിൽ അവരുടെ പ്രകടനം കാഴ്ചവെച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രത്യാരോപണങ്ങൾ തന്നെയാണ് കോർപ്പറേഷനിൽ നടന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് നടത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മേയർ ഒ സദാശിവൻ പ്രതികരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ UDF അംഗങ്ങളും മേയറോടൊപ്പമാണ്. ഇക്കാര്യത്തിൽ നിയമ നടപടി ഉണ്ടാവണം. ദേശീയ ഗാനത്തെ അപമാനിച്ച ബി.ജെ.പി. കൗൺസിലർമാർക്കെതിരെ കൃത്യമായ ഒരു നിയമ നടപടി ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് UDF അംഗങ്ങളും ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ രസകരമെന്ന് പറയട്ടെ, ഇതിൽ ഇപ്പോൾ പറയുന്നത് വാദി പ്രതിയാവുന്നു എന്നുള്ള രീതിയിലാണ് ബി.ജെ.പി. അംഗങ്ങളുടെ പ്രതികരണം. രാജ്യദ്രോഹപരമായിട്ടുള്ള നിലപാടാണ് മേയർ ഒ സദാശിവൻ കാണിച്ചത്. ആ ഒരു ചടങ്ങിൽ മേയർ ഒ സദാശിവൻ കാണിച്ചതെന്നുള്ളത് തന്നെയാണ് ബി.ജെ.പിക്കാരുടെ പരാതി. ദേശീയ തലത്തിൽ രാജ്യം ഭരിക്കുന്ന ബി.ജെ.പിയുടെ ഭരണകൂടത്തെ അപമാനിക്കുന്നു, അത് ദേശീയതയെ അപമാനിക്കുന്നു, രാജ്യദ്രോഹപരമായ കാര്യമാണ് മേയർ ചെയ്തതെന്നുള്ളതാണ് ബി.ജെ.പിയുടെ ആരോപണം. എന്തായാലും ഇക്കാര്യത്തിൽ നിയമ നടപടിയുമായി, നേരത്തെ ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ, നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജനഗണമന എന്ന് പറയുന്നത് ദേശീയഗാനമാണ്. ദേശീയഗാനം പാടുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ നഗ്നമായി ലംഘിച്ചു ബി.ജെ.പിയുടെ കൗൺസിലർമാർ
എന്ന് തന്നെയാണ് മേയറും അതുപോലെ LDF ഭരിക്കുന്ന ഭരണ സംവിധാനവും അല്ലെങ്കിൽ LDF ഭരണസമിതിയും ആരോപിക്കുന്നത്. UDFും അതിന് പിന്തുണയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോർപ്പറേഷനും മേയറും ഇപ്പോൾ ആലോചിക്കുന്നത്. ഷമ്മി, പിയുടെ കൗൺസിലർമാർ പറയുന്ന ന്യായീകരണം എന്താണ്? ഈ ദേശീയഗാനം പാടുന്ന സമയത്ത് തന്നെ അവർക്ക് ഈ വന്ദേമാതരം പാടണമെന്ന് തോന്നാനുള്ള കാര്യം എന്താണ് അവർ പറയുന്നത്? ഇത് കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ അവർക്ക് വന്ദേമാതരം ആലപിക്കാമല്ലോ. ഇതിൽ പ്രധാനമായി ഷമ്മി ഇവർ പറയുന്നത് രാജ്യത്താകമാനം രാജ്യത്താകെ ഭരിക്കുന്ന പാർട്ടി നടപ്പിലാക്കുന്ന BJP അല്ലെങ്കിൽ RSS നടപ്പിലാക്കുന്ന BJP സർക്കാർ നടപ്പിലാക്കുന്ന ഒരു നയമുണ്ട്. അത് നിർബന്ധമായും വന്ദേമാതരം പാടണമെന്നുള്ള ഒരു നിയമമാണ്. പക്ഷേ നമുക്ക് വസ്തുത പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വന്ദേമാതരം പൂർണ്ണമായി പാടണമെന്നുള്ള ഒരു നിയമം രാജ്യത്തൊരിക്കലും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. അത് നിർബന്ധമായി പാടണമെന്നുള്ള ഒരു നിഷ്കർഷ കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണ രൂപത്തിൽ പാടണമെന്നുള്ള ഒരു നിയമം കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവർ പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ദേശീയ ഗീതമാണ് വന്ദേമാതരം, അത് ഔദ്യോഗികമായി പൂർണ്ണ രൂപത്തിൽ പാടണമെന്നുള്ളതാണ് BJPയുടെ ഒരു ആവശ്യം. അത് പാടണമെന്നുള്ള ആ ഒരു വന്ദേമാതരം പാടാൻ ആരംഭിച്ചപ്പോൾ തന്നെ മേയർ ജനഗണമന ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്ന ആരോപണം. പക്ഷേ ആ ഒരു ആരോപണം ശരിയല്ല. ഈ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കാൻ തുടങ്ങുന്നു എന്ന് അനൗൺസ്മെൻറ്റ് ചെയ്ത സമയത്ത് മേയർ O സദാശിവൻ മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് ചെയ്ത സമയത്താണ് വന്ദേമാതരം സംഘപരിവാർ അജണ്ടയിലൂടെ പൂർണ്ണ രൂപത്തിലുള്ള വന്ദേമാതരം പാടണമെന്നുള്ളൊരു അജണ്ടയുമായി അവിടെ എത്തിയ കൗൺസിലർമാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഷമ്മി പറഞ്ഞത്, നമ്മൾ ഇക്കാര്യത്തിൽ മേയർ O സദാശിവത്തോട് പ്രതികരണം ആരാഞ്ഞിരുന്നു. ഇതെന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ അറിയിപ്പോ BJP കൗൺസിലർമാർ മേയറോടോ അല്ലെങ്കിൽ ഭരണസമിതിയെ അറിയിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എത്തരത്തിലുള്ള യാതൊരു അറിയിപ്പോ മുന്നറിയിപ്പോ യാതൊരു തരത്തിലുള്ള വിവരമോ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇത് കൃത്യമായ ഒരു അജണ്ട നടപ്പിലാക്കണം. നിർബന്ധമായും ദേശീയ ഗാനം പാടുമ്പോൾ ദേശീയ ഗീതമെന്ന് RSSകാർ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്ന സംഘപരിവാർ അജണ്ടയുള്ള വന്ദേമാതരം അത് പൂർണ്ണ രൂപത്തിൽ പാടണമെന്നുള്ള അജണ്ട നടപ്പിലാക്കണമെന്നുള്ള നീക്കവുമായാണ് അവിടെ BJP എത്തിയതെന്നാണ് മേയറുടെയും മറ്റ് LDF ഭരണസമിതിയുടെ ആരോപണം. ആ അജണ്ട അവിടെ നടപ്പിലാക്കുകയായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ നമ്മൾ ഈ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അജണ്ട പരിശോധിക്കുകയാണെങ്കിൽ ദേശീയഗാനമായ ജനഗണമനയെ പച്ചയായി അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു ആരോപണം തന്നെയാണ് കോർപ്പറേഷൻ്റെ ഭരണസമിതിയും പ്രത്യേകിച്ച് മേയറും ഉന്നയിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പ്രോട്ടോകോൾ ലംഘനം വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നിയമ നടപടികൾക്ക് BJP അംഗങ്ങൾ ആവേണ്ടി വരും. അങ്ങനെ ഒരു നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി പറയാനുണ്ട് ഇക്കാര്യത്തിൽ. ഇത് കോഴിക്കോട് DYFI ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് BJP ദേശീയ ഗാനത്തെ അപമാനിച്ചത് സംബന്ധിച്ച് ഇപ്പോൾ ടൗൺ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ സ്റ്റേഷനിലെത്തിയാണ് ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ദേശീയ ഗാനമായ ജനഗണമനയെ ഈ സംഘപരിവാർ അജണ്ടയിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വന്ദേ ഭാരതം പാടി അലങ്കോലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി നൽകിയിരിക്കുന്ന ഈ ഒരു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ, കാരണം AICC ആസ്ഥാനത്തുൾപ്പെടെ ഈ ഒരു സംഭവം, ഈ ഒരു സംഘപരിവാർ വന്ദേമാതര ഗാനം ആലപിക്കുന്നു. അതിൻ്റെ കൂടുതൽ ചർച്ചകൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷനിലും ആ ഒരു സംഘപരിവാർ അജണ്ടയിലുള്ള വന്ദേമാതര ഗാനം ആലപിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച ഇക്കാര്യത്തിൽ വരേണ്ടി വരും. നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടെങ്കിൽ അതിൽ മറുപടി BJP അംഗങ്ങളും പറയേണ്ടതായി വരും. ഷമ്മി, തീർച്ചയായും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനി വരും എന്ന് പ്രതീക്ഷിക്കാം. PJ അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.